ഹലോ, ഞാൻ അച്ചുട്ടിയും കൂടി ഇപ്പോൾ വന്നിരിക്കുന്നത് എവിടെയാണെന്നറിയാം? 5-6 മാസങ്ങൾക്ക് നമ്മൾ ഇവിടെ താമസിച്ചിരുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. അതായത് അകളിയിൽ തന്നെ, അട്ടപ്പാടി തന്നെ. അപ്പോൾ 6 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇവിടെ ആയിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരങ്ങളിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കാറ്റ് കൊള്ളാനും ഒക്കെ ഇറങ്ങിയിരുന്ന സ്ഥലമായിരുന്നു ഇതൊക്കെ. ഇത് ഈ പറമ്പൊക്കെ കാണുന്നിടത്ത് എത്ര ഓടി കളിച്ച് നടന്നിട്ടുണ്ടെന്നറിയോ? അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ എങ്ങോട്ടാണ് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞങ്ങൾ നടക്കുന്ന ഈ റോഡുണ്ടല്ലോ, ഈ റോഡിൽ കൂടി മേലെ പോയാൽ ഒരു അമ്പലം ഉണ്ടല്ലോ, ശൂലൊക്കെ ആയിട്ട് കാടിൻ്റെ മുകളിലൊരു അമ്പലം. ആ അമ്പലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പ്രാവുണ്ടോ? അപ്പോൾ ഇവിടെ വിശാലമായി ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്നത് കാരണം ഇവിടെ പ്രാവും പക്ഷിയും കിളികളും ഒക്കെ ഇങ്ങനെ പറന്ന് കിടക്കും. അതാണ് അവൻ പ്രാവ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ താമസിക്കുന്ന സമയത്ത് ചില വൈകുന്നേരങ്ങളിലും, അതായത് ഈ നേരത്തൊക്കെ നമ്മൾ മലയുടെ മുകളിലൊരു അമ്പലത്തിൽ പോവുമായിരുന്നു. ആ അമ്പലത്തിൽ ഞാനിവിടെ ഇരുന്ന കാലത്തൊരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് കുറേ കർപ്പൂരം വാങ്ങിയിട്ട് അവിടെ കത്തിക്കാന്ന് അവിടെ താമസിക്കുന്ന സമയത്തുണ്ടായിരുന്നു. അടുത്ത വീട്ടിൽ ഒരു കുട്ടി ഞങ്ങളെ കണ്ടിട്ട് ഓടിക്കൊണ്ട് വരികയാണ്. ദേ ജോയല, എന്താ വിശേഷം? കിച്ചുവിനെ കണ്ടു. ഞാൻ വീഡിയോ എടുത്തോണ്ട് വരിക. ഇപ്പൊ ഇവിടെ പുതൂര് നമ്പർ മറ്റേ നമ്പർ പോയില്ലേ? ഇല്ലടാ, അതുണ്ട് ഇപ്പോഴുണ്ടോ? അച്ഛൻ്റെ ഫോണിട്ട് വിളിച്ചിട്ട് അച്ഛൻ്റെ ഫോണിൽ കിട്ടില്ല. മറ്റേ അത് പോയി അതാണ്. അച്ഛൻ്റെ നമ്പർ തരാം കേട്ടാ. പറയൂ. അതേ പിന്നെ കിച്ചു. കിച്ചു, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കുറേ കാലമായല്ലോ കണ്ടിട്ട്. നിന്നെ ഇടയ്ക്ക് ഓട്ടോയിൽ കാണാറുണ്ട് സ്കൂളിൽ പോകുമ്പോൾ. പക്ഷെ നീ ഇങ്ങനെ നേരെ നോക്കിയിരിക്കുന്നുണ്ടാവും, അപ്പം നമ്മളെ കാണൂല. അങ്ങനെ ഇത് ജോയൽ, ഇത് അവൻ്റെ അനിയൻ കിച്ചു. അപ്പോൾ ആ കുട്ടികളോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീണ്ടും മേലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ കളിക്കൂട്ടുകാരായിരുന്നു ഇതൊക്കെ കേട്ടോ. അവിടെ ഇരിക്കുമ്പോൾ അപ്പോൾ കുട്ടികൾ പാവം നമ്മളെ കണ്ടത് ഓടിക്കൊണ്ട് വരികയാണ്. അങ്ങനെ കുറച്ച് പിള്ളേരുണ്ട്, നമ്മൾ ആത്മാർത്ഥ ബന്ധമുള്ള കുറച്ച് കുട്ടികളുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഓടിക്കൊണ്ട് വരും നമ്മളെ കാണുമ്പോൾ ഒക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, അപ്പോൾ അവിടെ കുറച്ച് കർപ്പൂരം നേർന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് എണ്ണ ഞാൻ കത്തിച്ചിട്ടുള്ളൂ ഇവിടുന്ന് പോണതിൻ്റെ മുന്നേ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടുന്ന് നമുക്ക് വീട് താമസം മാറേണ്ടിയൊക്കെ വന്നതും കൊണ്ട് ബാക്കിയൊന്നും കത്തിക്കാൻ കൂടിയില്ല. അപ്പം ഇന്ന് കുറച്ചെണ്ണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഒരു പാക്കറ്റ് എടുത്ത് കത്തിച്ചിട്ട് ബാക്കി അവിടെ വെച്ചിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ ആരെങ്കിലും വരുവാണെങ്കിൽ അവരുടെ അടുത്ത് കത്തിക്കട്ടെ. എന്തായാലും ആ അമ്പലത്തിൽ കത്തിയാൽ മതിയല്ലോ. പിന്നെ പിന്നീട് എപ്പോഴെങ്കിലും വരുമ്പോൾ പിന്നെ കത്തിക്കാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മൾ കയറി വന്ന റോഡ് കേട്ടാ, അതിൻ്റെ താഴത്തെ വീടുകൾ കണ്ടില്ലേ, അതിലൊന്നിലാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെ, എന്താണ് ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ പറയണത്. അട്ടപ്പാടി ഏത് സ്ഥലത്ത് പോയാലും സൂപ്പറാണ്. ഇവിടെയൊക്കെ ഞങ്ങൾ ഓടി നടന്ന് കളിച്ചാൽ ഈ വീടിൻ്റെ ഉള്ളിലൊക്കെ കയറി എത്ര കളിച്ചിട്ടുണ്ട് അറിയാം. പിന്നെ സൈഡിൽ തീയൊക്കെ കൂട്ടി അണ്ടിയൊക്കെ ചുട്ട് അങ്ങനെയൊക്കെ കളിക്കാറുണ്ടായിരുന്നു. എൻ്റെ കഴുതകൾ അതാ അവിടെ മീഞ്ഞ് നടക്കണു. ഇവിടെ നമ്മളെ വീട്ടുമുറ്റത്തൊക്കെ വരുമായിരുന്നു കേട്ടോ ഈ കഴുതകൾ. ഇവർ രണ്ടാളും 4 പേരുണ്ട്. അതാ 4 നമ്മൾ ഇതേ ഈ റോട്ടിൽ കൂടി കയറി മേലെ അങ്ങ് പോകണം കേട്ടോ. അയ്യോ, നല്ലൊരു കയറ്റാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. കയറി കാല് കുഴഞ്ഞു. നമ്മളെ കാണാൻ ഇതാ വേറൊരു കുഞ്ഞിക്കുട്ടി ഇവിടെ മാന്തി പറിക്കുന്നു. നമുക്ക് അതിനൊന്ന് നോക്കി നോക്കട്ടെ. കണ്ട പോണ വഴിയിൽ ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നിൽക്കുക. പിന്നെ നമുക്ക് അറിയൊന്നുമില്ല കേട്ടാ, ഈ വീട്ടിലത്തെ ആയിരിക്കും. എന്താ മാവു എന്താ ചുണ്ടരി അതവിടെ കിടന്നു. അപ്പോൾ നമുക്ക് പോവാ, നിൽക്കട്ടെ. ഈ വെയിൽ കൊണ്ടാ തലവേദന എവിടെ ഇല്ലാത്തത് വരും. ഇവിടെ നടക്കാൻ കിട്ടുന്നില്ല ഈ പാവാട കാരണം. ഇന്ന് കൊട പിടിക്കേ, പാവാട ഒന്ന് മടക്കി കുത്തട്ടെ. അവിടുന്ന് വന്ന് കുറേ ദൂരം ഇങ്ങോട്ട് എത്തിയിട്ടാ. പിന്നെ നമ്മളാ റോഡ് കഴിഞ്ഞു, അതായത് സിമൻറ്റ് ഇട്ട ടാറിട്ട പോലത്തെ റോഡ് കഴിഞ്ഞു. ഇനി കല്ല് റോഡാണ്. അപ്പോൾ ഇവിടെ ഒരു വീടുണ്ട്, ഇതൊരു വീടാണ്. പിന്നെ ഇപ്പുറത്തൊരു വീടുണ്ട്. അപ്പോൾ നമ്മൾ പോണ വഴിയത്തെ അവസാനത്തെ 2 വീടുകളാണ് ഇത് രണ്ടും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാടാണ് കേട്ടോ. കാട് പറഞ്ഞാൽ ആൾക്കാർ അവിടെ മേലെ നിന്ന് നടന്ന് വരുന്നൊക്കെ ഒരു കാട്ടുവഴി. പക്ഷേ എപ്പോഴൊന്നും ഇവിടെ ആളുണ്ടാവില്ല. നമ്മളിവിടെ ഇരുന്നിരുന്ന് ശീലമായപ്പോൾ നമുക്കിങ്ങനെ വരാൻ അത്രയ്ക്ക് പേടിയൊന്നുമില്ല.
നമ്മൾ ഇവിടെ എന്തായതൊക്കെ നമുക്ക് അറിയാലോ. ഈ വീട്ടിലത്തെ ആടിനെ അവിടെ പുല്ല് മേയാൻ വേണ്ടി വിടുന്നുണ്ട് ഒരു ചേച്ചി. എൻ്റെ അടുത്ത് എത്തിയാൽ ആട്ടുംകൂട്ടം വീടിയെടുക്കാം. അതേ പോണു ആട്ടുംകൂട്ടം. നമ്മൾ അടുത്തെത്തുമ്പോഴേക്ക് അവർ മലയ്ക്ക് അങ്ങ് കയറും തിന്നാൻ വേണ്ടിയിട്ട്. ഞങ്ങളും ഉണ്ട്, ഞങ്ങളൊപ്പം പോരെ. അപ്പോൾ ഞങ്ങൾക്കും പേടിക്കാതെ പോവാലോ. ആട്ടിൻകൂട്ടം ആകുമ്പോൾ പെട്ടെന്ന് എന്തായാലും മനസ്സിലാവും ഇതിന്റെ ശത്രുക്കൾ വന്നാൽ. വല്ല ജീവികളും വന്നാൽ നിങ്ങൾ സിഗ്നൽ തന്നാൽ മതി കേട്ടോ. അവരങ്ങ് മലയൊക്കെ കയറി മേഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്ക് വീട്ടിലേക്ക് വന്നോളൂ കേട്ടോ. അവരിതേ പുറകെ കാണുന്ന ആ വഴി തിരിഞ്ഞു. നമ്മളാണെങ്കിൽ നേരെ അവരവരുടെ വീട്ടുകാരെ നോക്കി നിൽക്കുക. ഈ മേലേക്ക് കുടിവെള്ളത്തിന് പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടി പോണ കണ്ട കൂടി വെള്ളം ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. ഇടയിൽ ജോയിൻറ്റിൽ വെള്ളം പോണത് കാണാൻ പറ്റും. അത് കുടിവെള്ളം. ഇതവിടെ പൈപ്പ് ചോർന്ന് വെള്ളം പോകുന്നുണ്ട് കുറച്ച് സ്ഥലത്ത്. പുഴയിൽ നിന്ന് കൈ കഴുകിയിട്ട് കുടിവെള്ളമാണിത്. പൈപ്പിൽ നിന്ന് വരുന്നതാട്ടോ. ഈ വെള്ളം തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മലയ്ക്ക് പോണ വെള്ളാച്ചോ അവിടുത്തെ താമസക്കാർക്ക്. അപ്പം നമ്മൾ കയറിപ്പോണ വഴി എന്നൊക്കെ പറയണത് ഇതാണേ. നല്ല രസമില്ലേ കാണാൻ? എന്തൊക്കെയോ ചെടികളും മരങ്ങളും. നല്ല ഒരു JCBയുടെ സൗണ്ട് മാത്രം ദൂരെ നിന്ന് കേൾക്കാം. ബാക്കിയൊക്കെ കാടിൻ്റെ ശബ്ദങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ ഈ മുരഞ്ഞ സൗണ്ടും അത്രയേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ കേൾക്കാനുള്ളത്. നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ അവിടെ എത്താറായിട്ടോ. അയ്യ കുന്ന് കയറി കുറച്ച് നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ക്ഷീണമൊക്കെ ഉണ്ടല്ലോ അവിടെ പോയിരുന്നാൽ എപ്പോഴത് മാറുന്നത് നമുക്കറിയില്ല കേട്ടോ. അത്ര തണുപ്പും സുഖമാണ് അങ്ങോട്ട് അമ്പലത്തിൻ്റെ അങ്ങോട്ട് എത്തിയാൽ. ഓ അവൻ വീഴാൻ പോകുന്നു നടന്നിട്ട്. അതായത് നടക്കാൻ ദൂരം കുറവാണ്, പക്ഷേ ഇങ്ങനെ കുന്ന് കയറ്റം. ആവോ ആദ്യത്തെ അമ്പലം മുറ്റത്തെത്തിയിട്ടുണ്ട്. 2 അമ്പലം ഉണ്ട് കേട്ടോ അവിടെ. ചെറുതാണ്. ദാഹിച്ചിട്ട് കുറച്ച് വെള്ളം എടുത്ത് തരുമോ? ആവോ അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ അമ്പലം എന്ന് പറയണത്. ഓ അയ്യോ അടപ്പതാ മരത്തിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ചെരുപ്പെല്ലാം അവിടെ അയച്ചു വെച്ചു കേട്ടോ. അപ്പം ഇവിടെ മുറ്റത്ത് പുല്ലൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും അമ്പലം മുറ്റത്തേക്ക് ചെരുപ്പൊന്നും ഇടാൻ പാടില്ലാത്തതുകൊണ്ട് അവിടെ അയച്ചു വെച്ചു. അപ്പോൾ ഇവിടുത്തെ അമ്പലം എന്ന് പറയണത് ഇതാണ്. കാടിൻ്റെ മുകളിലത്തെ അമ്പലമല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ ഉണ്ടാവുക. ഓലയൊക്കെ മറിച്ച് പഴയ രീതിക്ക് ഇവിടെ ഉത്സവമൊക്കെ നടക്കും കേട്ടോ. വർഷത്തിൽ ഒരിക്കൽ ഇവിടെ ഉത്സവമൊക്കെ നടക്കും. പ്രതിഷ്ഠയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അവിടെ അത് ഇതല്ല മേലത്തെ അത് ശിവനാണെന്ന് പറയുന്നുണ്ട്. അതായത് കറുപ്പുസ്വാമി എന്നാണ് ഇവിടെ ഉള്ളവർ പറയുക. കറുപ്പുസ്വാമി എന്ന് പറഞ്ഞാൽ ശിവൻ്റെ മറ്റൊരു രൂപമാണെന്ന് പറയണു. തമിഴ് ഏരിയ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഉണ്ട് പറഞ്ഞു തരാൻ അറിയില്ല. ഇപ്പോൾ അതിലൊരു പ്രതിഷ്ഠയാണ് ഇത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കൂട് കർപ്പൂരം കത്തിക്കും. ഒരു കൂടും കൊണ്ട് ഇവിടെയും കത്തിക്കും അവിടെയും കത്തിക്കും. ഒന്ന് 11 കൂട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കൂട് ഇവിടെ കത്തിക്കാമെന്ന് വിചാരിക്കുക. ഒരു കൂടല്ല, ഇന്ന് കുറച്ച് ഇവിടെ കത്തിക്കുക, ബാക്കി അവിടെ കത്തിക്കുക. ഒരു കൂട് കർപ്പൂരം പൊട്ടിച്ചിട്ട് മോന. അപ്പം നമുക്കിവിടെ പൈപ്പ് പണി നടക്കുന്നുണ്ട്. ഞാൻ വരുമ്പോൾ പൈപ്പ് കാണിച്ചല്ലോ. അപ്പോൾ അവിടെ രണ്ട് പേര് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ നമുക്ക് വീഡിയോ എടുത്ത് തരാം, നിങ്ങൾ 2 പേര് നിന്നോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ എടുത്ത് തരാണ്. അപ്പോൾ ഞാൻ ഈ കർപ്പൂരം കൂടെ വെച്ച് കത്തിക്കട്ടെ. അതവിടെ കത്തിച്ചു. ഇത് ഇവിടെ ഇങ്ങനെ വെച്ച് കത്തിക്കാം. പോവാ. ഇതാ പൈപ്പിൻ്റെ പണി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ
കോട്ടിട്ട ചേട്ടനാണ് നമുക്ക് വീഡിയോ എടുത്ത് തന്നത്. അപ്പോൾ അവർ അവിടെ മുകളിലൊരു വാതക ശ്മശാനമുണ്ട്. കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്തതാണ് പുതിയതായിട്ട്. അപ്പോൾ അങ്ങോട്ടുള്ള പൈപ്പാണ് ഇത് കേട്ടോ, വെള്ളം. നമ്മൾ വിചാരിച്ചു അവിടെ മുകളിൽ കുറേ വീട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കുള്ളതെന്ന് വിചാരിച്ചു. അല്ല, അത് ശ്മശാനത്തിക്കുള്ളതാണ് അത്രേ. അപ്പോൾ ഇത് ഒരമ്പലം. ഇനി അതിൻ്റെ മുകളിൽ ഒരെണ്ണം കൂടി ഉണ്ട്. നിങ്ങൾ എൻ്റെ വേറെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇന്നിപ്പോൾ കുറേ ദിവസം കൂടിയിട്ട് ഇന്നൊന്ന് വന്നതല്ലേ, അപ്പോൾ അവിടെയും കൂടി പോയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഇനി താഴേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മേലത്തെ രണ്ടാമത്തെ അമ്പലത്തേക്കുള്ള കവാടം എന്ന് പറയുന്നത്. 2 മരങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ ഒരു ഓല അങ്ങനെ മടഞ്ഞിട്ട് ഒരു എന്താ പറയുക, ഒരു കവാടം പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അതായത് സാധാരണ കാട്ടിലത്തെ ഒരു കുഞ്ഞമ്പലമല്ലേ, അതും കൊണ്ടാണ്. പിന്നെ കുറച്ച് കല്ലുകളൊക്കെ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. ഇതെന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഉത്സവമൊക്കെ ഉണ്ടാക്കുന്ന സമയം ഉണ്ടാവല്ലോ, ഉണ്ടാവുന്ന സമയമുണ്ടല്ലോ. അപ്പോൾ ഇവിടെ പാത്രങ്ങളിൽ നമ്മുടെ ആടുവെട്ടും കോഴിവെട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഇവർ ആഹാരമൊക്കെ പാചകം ചെയ്യാറ്. പിന്നെ അതൊരു കുഞ്ഞു ഊഞ്ഞാൽ ഇവിടെയുണ്ട്. എന്താ ഊഞ്ഞാൽ പറഞ്ഞാൽ നമുക്ക് അവിടെ ഉള്ളതല്ല, അമ്പലങ്ങളിലൊക്കെ കണ്ടുവരാറില്ല ഒരു ഊഞ്ഞാൽ, അതുണ്ട്. പിന്നെ അതേ കുറച്ച് ശൂലങ്ങൾ, ത്രിശൂലങ്ങൾ ഉണ്ട്. എന്തായാലും ഇത് കറുപ്പ് സ്വാമി എന്ന് പറയണു. കറുപ്പ് സ്വാമി പറഞ്ഞാൽ ശിവൻ്റെ വേറൊരു ഇതാണെന്ന് പറയുന്നുണ്ട്. വേറൊരു എന്താ പ്രതിഷ്ഠ, ശൂലം. അപ്പോൾ ഇതാണ് അമ്പലം. മുന്നിൽ കാണുന്നത് ഈ ശൂലത്തിൻ്റെ ഒക്കെ അപ്പുറം കാണുന്നതാണ് അമ്പലം. ഈ ശൂലത്തറ കഴിഞ്ഞാൽ പിന്നെ ഒരു കുഞ്ഞു ശൂലത്തറ അപ്പുറത്തുണ്ട് കേട്ടോ. അവിടെ ഒരു കുഞ്ഞു പ്രതിഷ്ഠ അവിടെയും വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് ഇതാണ്, അത് ഇതല്ലേ അവൻ പറയാം, മുരുകൻ്റെ കയ്യിലുള്ള പോലത്തെയും ഉണ്ട്. പിന്നെ അതുണ്ട് ശൂലം. ഇതാണ്. പിന്നെ അമ്പലത്തിൻ്റെ സെറ്റപ്പ് പറഞ്ഞാൽ നമുക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടെ ഒരു ബൾബ് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും. പിന്നെ ഈ ഭാഗം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് വീടാണെങ്കിലും ശരി അമ്പലമാണെങ്കിലും ശരി ഇങ്ങനത്തെ ഒരു തിണ്ടുണ്ടല്ലോ. ഈ തിണ്ട് എൻ്റെ അച്ചൂസിൻ്റെയും വീടിൻ്റെ ഒരു സ്വപ്നമാണ്. പക്ഷെ നമ്മുടെ വീടിൻ്റെയൊക്കെ സിറ്റ് ഔട്ടാണുള്ളത്. ആ സിറ്റ് ഔട്ടിനെക്കാട്ടിൽ ഞങ്ങൾക്ക് ഇഷ്ടം ഇങ്ങനെ തുറന്ന വരാന്ത കേട്ടോ. ചാണകമൊക്കെ മെഴുകി എന്ത് സൂപ്പറാക്കിയിട്ടാണ് വെച്ചിരിക്കണമെന്നറിയാം. അപ്പോൾ നമ്മൾ അകളി വീട്ടിലിരുന്നിരുന്നപ്പോൾ മിക്കവാറും ഈ മൂലയുണ്ടല്ലോ, ഈ മൂലയിൽ എപ്പോഴും വന്നിരിക്കും. കാരണം നല്ല കാറ്റ് തണുപ്പും ഒക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. അങ്ങോട്ട് എത്തിപ്പെടേണ്ട പാട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ദൈവപ്രതിഷ്ഠ എന്ന് പറയുന്നത് അതാണ്. പിന്നെ അതാ ഓലയും കൊണ്ടാണ് ചുറ്റും മറച്ചിരിക്കുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ തണുപ്പും നല്ല ശാന്തമായ ഒരു അന്തരീക്ഷമൊക്കെയാണ് കേട്ടോ ഇവിടെ. കാറ്റൊക്കെ അടിക്കുന്നത് കണ്ട, ഇലയൊക്കെ ഇളകണേ, നല്ല ശാന്തമായ കുളിർക്കാറ്റ് എന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ളൂ. ഇവിടെ വരുമ്പോഴാണ് ഇത് അനുഭവിക്കാൻ പറ്റുന്നത്. അതായത് ഇങ്ങനെ കൊടുങ്കാറ്റുമല്ല, വേറൊരു തരം കാറ്റുമല്ല, നല്ല നമ്മളെ സുഖിപ്പിക്കുന്ന ഒരു കാറ്റ്. പിന്നെ അമ്പലമുറ്റത്തിന് വേറൊരു പ്രതിഷ്ഠയാണിത്. ഇതൊന്നും പറഞ്ഞു തരാനും ചോദിക്കാനും ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനൊന്നും പറ്റുന്നില്ല. വെറുതെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് മാത്രം. ഇതൊക്കെ മുന്നേ ഞാൻ കാണിച്ചു തന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ അച്ചൂട്ടിക്കാണെങ്കിൽ അമ്പലത്തിൽ വന്നാൽ പ്രാർത്ഥിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. എവിടെയെങ്കിലും വന്ന് അവിടെ സുഖമായി ഇരിക്കണം അവന്. അങ്ങനെ അവൻ അവിടെ ഒരു അമ്പലത്തിൻ്റെ തിണ്ടിൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ ഇവൻ ഇപ്പോൾ ഇരിക്കണ ഈ സ്ഥലവും ഇപ്പോൾ ഞാൻ കാണിച്ച ആ ഒരു മുന്നത്തെ വരാന്തയുണ്ടല്ലോ, അതുമാണ് ഞങ്ങളുടെ മെയിൻ ഇരിപ്പിടങ്ങൾ. ഇവിടെ മണിക്കൂർ കണക്കിന് ഇരുന്നിട്ട് നമ്മൾ തിരിച്ച് പോവാറുള്ളൂ. ഇപ്പോൾ പിന്നെ താമസം മാറിയതും കൊണ്ട് ഇവിടെ അങ്ങനെ വന്ന് ഇരിക്കാൻ വയ്യല്ലോ. അപ്പം ഞാൻ ബാക്കിയുള്ള കർപ്പൂരങ്ങളും കൂടി ഇവിടെ കത്തിക്കാമെന്ന് വിചാരിക്കുകയാണ്. അവിടെ കുറച്ചധികം കത്തിച്ചു, അവരല്ലേ നമുക്ക് വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ ബാക്കിയുള്ളത് ഇവിടെയും കൂടി കത്തിക്കാം. ആദ്യം ഒന്നും പ്രാർത്ഥിക്കട്ടെ ഇവിടെ നിന്നിട്ട്. അതേപോലെ ഒരെണ്ണം വെച്ച് കത്തിക്കുക. ഒന്നല്ല കേട്ടോ, 2 എണ്ണം വെച്ചിട്ടുണ്ട്. കാറ്റാണ് കത്തുമെന്ന് അറിയില്ല, തീ കൈക്കാണ് വരുന്നത്. ഓ കത്തി, പക്ഷെ ചൂടായി, എൻ്റെ കൈ ചൂടായി. കത്തി
അത് മറ്റൊരു ആ ശൂലത്തിൻ്റെ അവിടെയായിരുന്നു. ഇവിടെ ആരോ കത്തിച്ച ചന്ദനത്തിരി കത്താതെ കിടക്കുന്നുണ്ട്. ഒന്ന് കത്തിച്ച് നോക്കാം, കത്തുമെന്ന് അറിയില്ല. മഴ പെയ്തുകൊണ്ടായിരിക്കും. ഇതിൽ കത്തിക്കാം. അത് കെട്ടുപോയി. നല്ല കാറ്റാണ്, അതുകൊണ്ട് കത്തുന്നില്ല. ഒന്നുകൂടെ ആക്കി നോക്ക്. ഒന്നും കൂടിയും കത്തിച്ചിട്ടുണ്ട്. അവിടത്തെയൊക്കെ കത്തി, ഇവിടുത്തെ മാത്രമേ കത്താത്തുള്ളൂ. ഇത് മഴ പെയ്തിട്ട് നനഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കത്തില്ല എന്ന് തോന്നുന്നു. ശരി, വേണ്ട, കത്തുന്നില്ല. ലൈറ്റർ വെച്ചാക്കി നോക്ക്. അയ്യോ, കത്തുന്നില്ല. ഞാൻ അവിടെയും കൂടിയും കത്തിച്ചിട്ട് നമുക്ക് ബാലൻസ് അത് അവിടെ മെയിൻ സ്ഥലത്ത് കത്തിക്കാം. അവിടെ പിന്നെ ചുറ്റും മറച്ചതും കൊണ്ട് ഇവിടുത്തെ കത്തിയിട്ടാ സൂപ്പറായിട്ട്. ഇനി ഒരു സ്ഥലം കൂടി ഉണ്ട്, ഒന്നല്ല 2 സ്ഥലം കൂടി ഉണ്ട്. അവിടെയും കൂടി കത്തിക്കട്ടെ. 3 സ്ഥലമുണ്ട്. 3 എവിടെ? അപ്പുറത്തും ഉണ്ട് ഒരു സ്ഥലം. അവിടെയും കൂടി കത്തിക്കാം. ചവിട്ടാൻ പാടൊന്നും അറിയില്ല അമ്മ, അവിടെയും കൂടി കത്തിക്കാം. അതിനില്ല, അതിന് കത്തണില്ല. ഇതിൽ കത്താൻ സാധ്യത കുറവാ. ഓ, കൈ പൊള്ളി. ശരി, വേണ്ട, അവിടെ കത്തിക്കണ്ട. അവിടെ കത്തിക്കാം. ഇനി ബാലൻസ് ഉള്ളത് പടിയും കൂടി കത്തിക്കാം. അവിടുത്തെ കത്തിയില്ല കേട്ടോ, കയ്യിൽക്കാ തീ വന്നത്, അതുകൊണ്ട് കത്തിയില്ല. ആട്ടുംകുട്ടികൾ കയറിയിട്ട് ഇവിടെ അപ്പിയൊക്കെ ഇട്ട് വെച്ചു. ഇല്ല, എത്ര വേണോ? കുറച്ചതിലിട്ടോ. അത്രേ ഉള്ളൂ. ഇവൻ്റെ ആഗ്രഹപ്രകാരം അവിടെ ഒന്ന് 2-3 കത്തിക്കണം പറഞ്ഞു. നോക്കാം. കത്തുന്നില്ല, കത്തില്ല, കാറ്റായിട്ട് കത്തുന്നില്ല. അവൻ പറഞ്ഞ കത്തിക്കുന്ന സ്ഥലത്ത് അവിടെ ഒന്നുമില്ല കേട്ടാ. അപ്പം നമ്മൾ ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചു. ഇത് ഒന്നുകൂടി കത്തിച്ച് നോക്കാം. കാറ്റിനെ മാറി കടന്നിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ കർപ്പൂരം കൊളുത്തിട്ടാ. അപ്പം അത് കത്തി. ഞാൻ ഇവിടെ ഇരുന്നോണ്ട് ഇവൻ വരെ ഞാൻ ഇവിടെ ഇരുന്നതും കൊണ്ട് നിന്ന്. അപ്പം അതേ അത് ഇവിടെ നിന്ന് കത്തുവാണ്. ഞാൻ പേടിച്ച് പോയി കത്താണ്ടിരുന്നപ്പോൾ എന്തത് കത്താത്തത് എന്നൊക്കെ വിചാരിച്ചു. കാറ്റ് കാരണം കേട്ടോ. അപ്പോൾ ഈ ലൈറ്റർ കത്തുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം ശരിയായി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ കൂട് കത്തിക്കൽ നമ്മളുടെ കഴിഞ്ഞു. അപ്പം ഇനി ബാക്കി അതിലുണ്ടല്ലോ 10 കൂട്, അത് നമ്മളിവിടെ വെച്ചിട്ട് പോവാണ്. ഇവിടെ ആരെങ്കിലും വരുവാണെങ്കിൽ അവരുടെ അടുത്ത് കത്തിക്കട്ടെ. ഇത് അവനെടുത്തിട്ട് വരുന്നത് അതിലുണ്ട്. അപ്പോൾ ഇതാണ് കൂട്. അപ്പോൾ ഇതിന്ന് ഒരു കൂട് നമ്മളെടുത്തു. ബാക്കി 10 ഉണ്ട്. 10 ആണോ? 2, 4, 6, 8, 10. ഇതിൽ 11 നോക്കട്ടെ. 2, 4, 6, 8, 10. ഓ, 11 കൂടാണ് ഒന്നിൽ. ഒരെണ്ണപ്പെടുത്ത് കത്തിച്ചു. അപ്പം ഇനി ഇത് ആരെങ്കിലും കത്തിച്ചോളൂ. അവിടെ തിണ്ടിൽ കൊണ്ടുവച്ചോ, അമ്പലത്തിൻ്റെ തിണ്ടിൽ. അത് മറിഞ്ഞു. ആട്ടുംകുട്ടികൾ തട്ടിയിട്ടതാവും. അവിടെ ആ സൈഡിൽ വെക്കേ, നടുവിലൊന്നും വെക്കാതെ. അവിടെ ഇരുന്നോട്ടെ. ഇവിടെ വരുന്നവരാരെങ്കിലും കത്തിച്ചോളും. ഇവിടെ ഇരിക്കാം. അപ്പം ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ പോവാന്ന് വിചാരിക്കുക. രണ്ട് മൂന്ന് പേരും കൂടി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരും നമ്മളും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ അമ്പലത്തിൽ. വേറെ നേരത്തെ വന്ന 2 പേര് താഴേക്ക് ഇറങ്ങിപ്പോയി. പിന്നെ നമ്മളും ഇവരും മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ആ തിണ്ട്, ഈ തിണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല. ഇങ്ങനത്തെ തിണ്ടുകൾ വീടിൻ്റെ ആണെങ്കിലും ശരി, അമ്പലത്തിൻ്റെ ആണെങ്കിലും ശരി, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ കയറി ഇരിക്കുകയാണ്. ഇളങ്കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട് താഴേക്ക് പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ തിന്നാനൊക്കെ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അച്ചു. എന്തൊക്കെയോ ഒന്നുമില്ല. അവൻ എന്താ വാങ്ങി? വാങ്ങി, ബിസ്ക്കറ്റ് വാങ്ങി. എന്നാ എടുക്ക്. കേക്കാ? എന്ത് കേക്ക്? ഓ, എന്താ ഒരു കേക്ക്? എനിക്ക് വേണ്ട, തിന്നോ. ഓ, ഇവനിങ്ങനെയാണ്. നമ്മളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ അമ്മയ്ക്ക് കൊടുക്കണം എന്തെങ്കിലും കിട്ടിയാൽ അമ്മയ്ക്കും കൂടി അത് കൊടുക്കണം എന്നല്ല ചിന്തിക്കുക. അവൻ തിരിച്ചാണ്. അതൊക്കെ എനിക്ക് കിട്ടണമെന്ന് ചിന്തിക്കണം കൊടുത്തില്ലാട്ടോ ഇവൻ. അപ്പോൾ കേക്ക്, ഇതൊരു ബിസ്ക്കറ്റ്, ഇതാ പൂള വറ്റല്. ഞാൻ പറഞ്ഞതിനാ ഇത് അമ്മേൻ്റെ കൊണ്ട് തരികയാണ്. പക്ഷെ അവൻ്റെ മൈൻഡ് സെറ്റിങ്സ് അങ്ങനെയാണ്. എപ്പോഴും
എന്ത് സാധനമാണെങ്കിലും ഒറ്റയ്ക്ക് തിന്നണം എന്നുള്ള വിചാരം കേട്ടോ. നോക്കി ഇപ്പം തന്നെ ഞാൻ ഇത് വെറുതെ തൊട്ടുള്ളൂ, അപ്പോൾ തന്നെ പറഞ്ഞിട്ട് പിടിച്ച് വലിക്കുന്നത് കണ്ടില്ലേ. ഇന്നത്തെ തലമുറയുടെ മാറ്റമാണത്. പക്ഷെ പണ്ടൊക്കെ എനിക്ക് എന്തെങ്കിലും സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ടിരിക്കും അവസാനം വരയ്ക്കും, അമ്മയുടെ അടുത്ത് എത്തുന്ന വരെ, അമ്മയ്ക്ക് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അപ്പോൾ ഇതിവിടെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഒരു പീസ് കിട്ടാൻ ചാൻസ് ഉണ്ട്, അത്രയേ ഉള്ളൂ. അതായത് കണ്ടറിഞ്ഞൊന്നും തരില്ല. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കഴിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് താഴേക്ക് ഇറങ്ങിപ്പോട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഒരാഴ്ച അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.